ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് മാത്രം സംഭവിച്ച ഒന്നാണ്. ടോബിയുടെ ഒരു സുഹൃത്ത് അവിടെ നിന്ന് കൊടുത്ത ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതും. എന്തായാലും ഉണ്ടായിരിക്കുന്ന അപകടം വലിയ അപകടമാണ് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാര്യം ആ ബിൽഡിംഗ് ഏതാണ്ട് നിലംപൊത്തി കിടക്കുന്നു. അതിൻ്റെ മുൻഭാഗം ഏതാണ്ട് പൂർണ്ണമായി തന്നെ നിലംപൊത്തി കിടക്കുന്നു. അത് ഇനി ആ വാർഡ് അതിനകത്തേക്കാണ്, ഇതിനുള്ളിൽ ഇവിടെ അകത്ത് രോഗികളൊക്കെ ഉണ്ടോ, എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവുന്നു. എന്തായാലും ഗുരുതരമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. എന്താണ് ഉണ്ടായത് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള മെഡിക്കൽ കോളേജിൻ്റെ കൂടുതൽ വിശദാംശങ്ങളും വിശദീകരണവും ഒക്കെ ഈ സംഭവ സ്ഥലത്ത് നിന്ന് അനിൽകുമാർ എന്ന് പറയുന്ന ഒരാൾ ചേരുന്നുണ്ട്. അനിൽകുമാർ, താങ്കൾ അവിടെ ഉണ്ടോ? എന്താണ് അവിടെ കാണുന്നത്? ഇവിടെ വലിയ ശബ്ദത്തോടു കൂടി നമ്മുടെ ഒരു ബ്ലോക്കിന്റെ ഒരു ബാത്റൂം അറ്റാച്ച് ചെയ്തേക്കുന്ന ഭാഗം വലിയ ശബ്ദത്തോടു കൂടി ഇടിഞ്ഞു വീണിട്ടുണ്ട്. അതിനകത്ത് അടിയിൽ ഒരുപാട് ആളുകൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാര്യം ഇതിന്റെ മേൽവശത്തായിട്ട് ബിൽഡിങ്ങിന്റെ കോൺക്രീറ്റ് ഭാഗം ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നതുകൊണ്ട് റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള വളരെ കരുതലോട് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇവിടെ ഒരുപാട് ഉദ്യോഗസ്ഥരെല്ലാം എത്തിച്ചേർത്തിട്ടുണ്ട്. കണ്ടിട്ടുള്ള കുറച്ച് പേര് അതിൽ നിന്ന് നമ്മൾ എസ്കേപ്പ് ആക്കിയിട്ടുണ്ട്. എടുത്തവരുടെയൊക്കെ നില വളരെ ഗുരുതരമാണ്. വലിയ ശബ്ദത്തോടുകൂടി, സ്ഫോടന ശബ്ദത്തോടുകൂടി ബിൽഡിംഗ് ഇടിഞ്ഞു വീഴുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലായത്. ഞങ്ങൾ ഓടി എത്തിയപ്പോൾ വലിയൊരു കാഴ്ചയാണ് കാണാൻ പറ്റിയത്. ചേട്ടാ, ഇതിനകത്ത് രോഗികളുള്ള ബ്ലോക്കാണോ അത്? അതെ, രോഗികൾ, ഒരുപാട് രോഗികളുള്ള സ്ഥലമായിരുന്നു. പക്ഷെ ഇത് ഇടിഞ്ഞു വീണേക്കുന്ന ബാത്റൂമും ക്ലീനിങ് സ്പേസും ഉള്ള സ്ഥലത്താണ് ഈ സംഭവം. അത് ബാത്റൂമൊക്കെ ഉള്ള ഭാഗത്താണ് ഇടിഞ്ഞു വീണത്? ഇടിഞ്ഞു വീണു. അതിന് അടിയിൽ ഒരുപാട് ആളുകളുണ്ടോ എന്നുള്ളത് നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള റെസ്ക്യൂ നടക്കുന്നുണ്ടോ? അതിനകത്തുള്ള ആരെങ്കിലും എടുത്ത് മാറ്റിയോ ചേട്ടാ? ഹലോ സാറേ, ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ ചോദിക്കുന്നതേ നമുക്ക് ബിൽഡിങ്ങിന്റെ കോൺക്രീറ്റ് തൂങ്ങി നിൽക്കുന്നതോടെ നമുക്ക് റെസ്ക്യൂ ഓപ്പറേഷന് അതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, അതിനകത്തുനിന്ന് ആരെങ്കിലും ഒക്കെ എടുത്ത് മാറ്റാൻ പറ്റുന്നുണ്ടോ? അതായത് നമ്മളെ ഈ സൈഡിലുണ്ടായിരുന്ന ഒരു രണ്ടുപേരെ നമ്മൾ എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള നമുക്ക് ഒരു കാര്യം ചെയ്യാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. ഹോസ്പിറ്റലിന്റെ ഇന്നർ ഭാഗത്തുള്ള സ്പേസിലാണ് ഉണ്ടായേക്കുന്നത്. നമുക്ക് ഈ ഹോസ്പിറ്റലിനകത്താണ്? അകത്താണ് കൂടുതൽ ആൾക്കാർ അതിനകത്തുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ചേട്ടാ, ഇത് വലിയ ശബ്ദത്തിൽ പൊളിഞ്ഞു വീഴുമായിരുന്നോ? വലിയ ശബ്ദത്തോടു കൂടി ഇടിഞ്ഞു വീഴുമായിരുന്നു. ഇത് എന്താ പറ്റുന്ന ഐഡിയ ഉണ്ടോ ആർക്കെങ്കിലും? സാറേ, ഇത് കാശ്മീരിന്റെ ബിൽഡിങ്ങിന്റെ ഈ പുറത്ത് ഭാഗത്തേക്കാണ് ഒരു കോർട്ട്യാർഡ് ഉണ്ട്. കോർട്ട്യാർഡിന്റെ ആ ഭാഗത്തേക്കാണ് ബിൽഡിംഗ് ഇടിഞ്ഞു വീണേക്കുന്നത്. ഇതിനകത്ത് ഈ കോൺക്രീറ്റിന്റെ വലിയ കട്ടകളുടെ അടിയിൽ ആളുണ്ട് എന്നുള്ളത് നമുക്ക് ഇതുവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സൈഡിലായിട്ട് കണ്ട് രണ്ടുപേരെ ഇവിടുന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. അവരുടെ നില അതീവ ഗുരുതരമാണ്. പരിക്കുണ്ട്, അതീവ ഗുരുതരമാണ്. അയ്യോ, ഓക്കേട്ടാ, ഇപ്പോൾ ഒന്ന് വിളിക്കാം, കുറച്ചുകൂടെ കഴിഞ്ഞ് വിളിക്കാം. ചേട്ടാ നോക്കുക, ടോബി ജോർജ് ടോബി അൽകുമാർ എന്ന ദൃക്സാക്ഷി പറയുന്നത് അത് വലിയ അപകടമാണെന്നും അതിനുള്ളിൽ കൂടുതൽ ആളുകൾ ഉണ്ട് എന്ന സംശയമുണ്ടെന്നും രണ്ടുപേരെ ഇവരെടുത്ത് മാറ്റിയെന്നും എടുത്തു മാറ്റിയ രണ്ടുപേരുടെ നില വലിയ പ്രശ്നമാണെന്നോ പറയുന്നത്.